ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. ശ്രീ അശ്വനി ഗുപ്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അദ്ദേഹം ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, ഈ പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഞാനിതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിൻ്റെ കിട്ടുന്ന ഗുണത്തിൻ്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ നേട്ടം. വൈകിപ്പോയി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അവർ വർക്ക്. നമ്മൾ തുടങ്ങണം. ഞങ്ങൾ വന്നതിന് ശേഷം 100 ദിവസം ആയിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും. അത് വേഗത്തിലുണ്ടാവും. കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഒരു വളരെ നന്നായി സ്റ്റഡി ചെയ്തൊരു പ്രസൻറ്റേഷൻ അവർ നടത്തി വ്യവസായ വകുപ്പ്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ ഏജൻസികളായ കിൻഫ്രയോടും ഇൻകലിനോടും പരമാവധി സ്ഥലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക, ലാൻഡ് അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിങ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഒളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ
രണ്ട് സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയും ആസ്പിൻ വാളിൻ്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെയുണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ? ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായും അത് നടപ്പിലാക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം, പോർട്ട് സിറ്റിയാക്കി മാറ്റണമെന്നതാണ്. അതിനാണ് മിഷൻ സമുദ്ര ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം കൂടിയായി, അതിനുള്ള വേദിയായി കൂടി ഈ സ്റ്റേജ് മാറുകയാണ്. കേരളം ഇതുവരെ അന്വേഷിച്ചു പോകാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ഒരു പോസിബിലിറ്റി. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജനസാന്ദ്രത വളരെ വലുതാണ്. നമ്മുടെ ഭൂരിഭാഗം ഭൂമിയും റെഗുലേറ്റഡാണ്. ഫോറസ്റ്റ് ആക്ട്, പാഡി ആക്ട്, CRZ. അപ്പം നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്. നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താ? ഏറ്റവും പ്രധാനം 600 കിലോമീറ്ററുള്ള ഈ കടലാണ്. ഈ കടലും ഈ 18 മിനി തുറമുഖങ്ങളും ഈ 2 സുപ്രധാനമായ തുറമുഖങ്ങളും കണ്ടെയ്നർ സ്റ്റേഷനുമാണ്. ഈ തുറമുഖങ്ങളെ മുഴുവൻ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഈ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പോർട്ടുകളെല്ലാം കണക്ട് ചെയ്യണം. നമ്മുടെ റോഡ് തിങ്ങി നിറഞ്ഞാണ് സാധനങ്ങൾ പോകുന്നത്. അതിലൂടെ നമുക്ക് 50-60% സാധനങ്ങൾ കടലിലൂടെ ആക്കണം. ഇപ്പോൾ ബങ്കറിങ് ഫെസിലിറ്റി ആരംഭിക്കും. ഒരുപാട് പോർട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ബാർജ് ലോജിസ്റ്റിക്സ് ഉണ്ടാകണം, വെസൽ ലോജിസ്റ്റിക്സ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകണം. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യമായ സ്ഥലം തരാം. കൊച്ചിൻ പോർട്ടിൽ ഒരു ക്രൂയിസ് ടെർമിനൽ ആരംഭിക്കുക. അതുകൂടി മിഷൻ സമുദ്രയുടെ ഭാഗമാണ്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രാ കപ്പലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ 44 നദികളുമായും നമ്മുടെ ലേക്കുകളുമായും നമ്മുടെ ബാക്ക് വാട്ടറുമായിട്ടും കണക്ട് ചെയ്ത് വലിയ ടൂറിസം പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ടാകും. റിവർ ക്രൂയിസ് ഉണ്ടാവും കേരളത്തിൽ. ഇതാണ് നമ്മുടെ സ്വപ്നം. നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. കൊച്ചിയിലൊരു വലിയ ഓഷ്യനേറിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഇനി എനിക്ക് ഏറ്റവും വലിയ അഭിമാനം, നമുക്കൊരു മാരിടൈം ഹിസ്റ്ററി ഉണ്ട് കേരളത്തിന്. ഇന്ത്യയിൽ ആദ്യമായി വിദേശികൾ എത്തിയത് കേരളത്തിലാണ്. 1498 വാസ്കോഡഗാമ കാപ്പാട് ബീച്ചിലാണ് അടുത്തത്. പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. നമ്മുടെ ഈ മാരിടൈം ഏരിയയിൽ നടന്ന ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിൻ്റെ എല്ലാം മനോഹരമായ ഹിസ്റ്ററി, ഇന്ത്യയുടെ വർണ്ണാഭമായ മാരിടൈം ഹിസ്റ്ററി, ലോകത്തിൻ്റെ മാരിടൈം ഹിസ്റ്ററി, അതെല്ലാം എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയവും കേരളത്തിലുണ്ടാവും. അതിൻ്റെ നടപടികളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സർക്കാർ ആരംഭിച്ചു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ പോർട്ട് സിറ്റി എന്നുള്ള കൺസെപ്റ്റ്, മിഷൻ സമുദ്ര എന്നുള്ള കൺസെപ്റ്റ് അക്കാഡമിയുമായി നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളോട്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് തന്നെ അക്കാഡമിക് പ്രോഗ്രാമുകളും ട്രെയിനിങ് സെൻറ്ററുകളും ആരംഭിക്കുക. നമുക്ക് മാരിടൈം ഹിസ്റ്ററി, മാരിടൈം ലോ, അതുപോലെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ അക്കാഡമിക് പ്രോഗ്രാമുകൾ നമുക്ക് തുടങ്ങി വെക്കണം. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ തുറമുഖങ്ങളിൽ
ജോലി കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ഏത് പദ്ധതി തുടങ്ങിയാലും അത് വേണം. ഇപ്പോൾ ഇവരിവിടെ ആരംഭിച്ച വലിയൊരു സോഫ്റ്റ്വെയർ, ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള ഇവരുടെ ഈ ഓട്ടോമേറ്റഡ് സംവിധാനം, ആ സംവിധാനത്തിനും നല്ല ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിൽ ഞാനും ശ്രീ കുഞ്ഞാലൂർ സാഹിബും ചെന്നപ്പോൾ ഞങ്ങൾ സിയാലിനോട് പറഞ്ഞു, സിയാൽ ഈസ് എ കോമ്പിറ്റൻ്റ് ഏജൻസി ടു സ്റ്റാർട്ട് ആൻ എയർപോർട്ട്. സിയാൽ ഒരു കൺസൾട്ടൻസി സർവീസ് തുടങ്ങണം. ഇന്ത്യയിലോ മൂന്നാം ലോക രാജ്യങ്ങളിലോ ലോകത്തിലെവിടെയുമോ ഒരു പോർട്ട് തുടങ്ങാനുള്ള എല്ലാ കോമ്പിറ്റൻസിയും സിയാലിനുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാലൻറ്റ് പൂൾ അവിടെയുണ്ട്. കൺസൾട്ടൻസി തുടങ്ങണം. വിഴിഞ്ഞം തുറമുഖത്തിലും ഞങ്ങളുടെ ആഗ്രഹം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി തുടങ്ങണം എന്നുള്ളതാണ്. ലോകത്തിൽ ഏത് രാജ്യത്തും ഒരു പോർട്ട് ആരംഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൺസൾട്ടൻസിയെ നമുക്ക് അയക്കാൻ കഴിയും. ലോകത്തെ ഏത് രാജ്യത്ത് പോയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അവർ പോയി ലോകത്തൊരു പുതിയ പോർട്ട് തുടങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സാധ്യതകളെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു സ്വപ്നത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എക്സിം ആക്ടിവിറ്റീസ് ഫ്ലാഗ് ഓഫ് ചെയ്തതായും മിഷൻ സമുദ്ര തുടങ്ങിയതായും നിങ്ങളോടെല്ലാം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.